ഷെരു 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 ഓ എന്തിനിറക്കായത് കൂലിക്ക് വിളിക്കാം. ഓ അയ്യോ അയ്യോ ഒരു കാലേ. ഓ എന്താ എന്താ സുത്ര കൂർത്ത കല്ല് കാലി കൊണ്ടിടോ. തനിക്ക് കുസേന്ന് വൃത്തിയാക്കി വെച്ചൂടെ? ശരിയാ, കുറേ കൂടെ വൃത്തിയുള്ള കല്ല് കൊണ്ടുവരണം. ഇനി നോക്കാം. ഓ പിന്നെ എന്തിനുറക്കമാ തൻ്റെ ഉറക്കമുണ്ടല്ലോ. ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? താൻ വിളിച്ചോ? പിന്നെ അല്ലാതെ കുലിക്ക് വിളിക്കാൻ വന്നപ്പോഴേ കാലിൽ കല്ല് കയറിയത്. താൻ വിളിച്ചത് കേട്ടില്ല, കരഞ്ഞത് കേട്ടു. ഇനി മുതൽ താൻ വിളിക്കണ്ട, കരഞ്ഞാൽ മതി. അതാ എളുപ്പമുണ്ടേ. എടോ, താൻ അറിയാതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു ശാസ്ത്രമുണ്ട്. ഏതിന് കരഞ്ഞതിലോ? അതല്ലടോ, അടുപ്പമുള്ളവരെ കരച്ചിൽ കേട്ടാൽ ഞെട്ടി ഉണരും. താൻ പറഞ്ഞത് ശരിയാ, ഉണർത്താൻ വിളിക്കണ്ട, കരഞ്ഞാൽ മതി. ദേ അല്പനും ചെൽപ്പനും ആ പറഞ്ഞത് സത്യമാണോ? കരച്ചിൽ കേട്ടാൽ ഉണരുമോ? ഉണരും, അതിലാ ശാസ്ത്രമുള്ളത്. അല്പാവാ എങ്കിൽ നമുക്ക് അച്ഛനെ ഉണർത്താം. നമ്മൾ പോരുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മുടെ ശാസ്ത്രം കൊണ്ട് അവന്മാർക്ക് ഗുണം കിട്ടി. ചേട്ടാ ഉണരുന്നില്ല, ഒന്നൊന്ന് നോക്കാമോ? നിങ്ങളുടെ അച്ഛനല്ലേ ഉണർന്ന് വടി പോലെ നിൽക്കുന്നത്? അച്ഛൻ്റെ കാര്യമല്ല, അടുപ്പമുള്ളവരുടെ കരച്ചിൽ കേൾപ്പിച്ച് അച്ഛനെ ഉണർത്താമെന്ന് വിചാരിച്ചതാ. കരച്ചിലുണ്ടാക്കാൻ ഞാൻ അല്പനെ തലക്കടിച്ചു, അവൻ്റെ ബോധം പോയി. ഞങ്ങൾ എത്ര കരഞ്ഞിട്ടും ഉണരുന്നില്ല. ഷെരു ചുമന്നെടുത്ത് വൈദ്യരെടുത്ത് എത്തിക്കടാ. 2 കൈയിൽ നടത്തം, പേരയ്ക്ക അമ്മാന മാടൽ. ഓ ഉഗ്രൻ, മലക്കം മുറിച്ചിൽ. അമ്മാവാ ഒരു ഐഡിയ. നമുക്ക് ഈ അഭ്യാസങ്ങളൊക്കെ വെച്ച് ഒരു പരിപാടി നടത്തിയാലോ? അഭ്യാസം കാണാൻ വരുന്നവർ ഫീസായി മുട്ട, മീൻ, ഇറച്ചി ഇതൊക്കെ കൊണ്ടുവരാൻ പറയാം. സമയമില്ല, എനിക്ക് ഉടനെ പോകണം. പക്ഷെ നിന്റെ ഐഡിയ കൊള്ളാം. വേറെ അഭ്യാസികളെ വെച്ച് എത്തി പരിപാടി നടത്ത്. അത് കൊള്ളാം. എടോ, താൻ പോയി വല്ല അഭ്യാസികളെയും കണ്ടുപിടിക്കും. അഭ്യാസിയോ? അതാരാ? തലകുത്തി നിൽക്കുക, വള്ളിയിലൂടെ വീഴാതെ നടക്കുക, അമ്മാനമാടുക, ഇതൊക്കെ ചെയ്യുന്നവരാണ് അഭ്യാസികൾ. സൂത്ര, വള്ളിയിൽ വീഴാതെ നടക്കുന്ന ഒരുത്തനെ കണ്ടു. പക്ഷെ ആളൊരു പേടി തൊണ്ടനാ. പേടി സാരമല്ല, നമ്മൾ പറഞ്ഞ് പേടി കൂട്ടായിരുന്നാൽ മതി. താൻ ആളെ വിളി, എല്ലാ കാര്യവും ആദ്യം തന്നെ പറയണ്ട, പേടി കൂടും. ഇന്ന് വൈകിട്ട് വള്ളിയിലൂടെ വീഴാതെ നടക്കുന്ന അതിഗ്രൻ പ്രകടനം, സ്ഥലം ജലദോഷിക്കുന്നം. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്രമാത്രം: ഇറച്ചി അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ചേട്ടാ, മുട്ട ഞാൻ ഇട്ട് തരാം, പക്ഷെ അത് വിരിഞ്ഞാൽ കുഞ്ഞെ തരുമോ? സുത്ര, ആളെത്തി. നമസ്കാരം. അഭ്യാസി വള്ളിയിൽ നടക്കുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുക. ഇതെന്താ കാണാൻ ഇത്രയും ആൾ കൂടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നത്. വെള്ളം തളിക്ക്. എന്ത് പേടിക്കാൻ? ആരെയും ശ്രദ്ധിക്കാതെ സാധാരണ പോലേക്ക് നടന്നാൽ മതി. സംഭവം തീർന്നാൽ 3 മുട്ട തിന്നാൻ തരും. റെഡി അല്ലേ? റെഡി. കയറിക്കോ, അതാണ് വള്ളി. പിന്നെ വീട്. അത് പിന്നെ വള്ളി പൊക്കി കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല, പേടിപ്പിക്കേണ്ടതെന്ന് കരുതി. നിലത്തിട്ട വള്ളിയിലൂടെ വീഴാതെ നടന്ന ഇങ്ങേർക്ക് ശീലം. എന്താണോ, എന്ത് പറ്റി? എന്നെ കളിയാക്കി സൂത്ര, എന്നെ കളിയാക്കി. കുറുക്കൻ്റെ കൂടെ നടക്കുന്നത് കടുവയ്ക്ക് ചേർന്നല്ലെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്നെ. അതോടെ ധൈര്യം ചേർന്ന് താനെങ്കിൽ പോകുന്നതല്ലേ? ശിഷ്, എടാ, അവരെങ്ങനെ പലതും പറയും. ഈ കുറുക്കൻ എന്ന് പറയുന്നത് താനല്ലേ? അതല്ലടോ, കാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനാണ് കുറുക്കൻ. കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലേ? ഇല്ല. പറഞ്ഞു തരാം. അതിനല്ലേ ഞാൻ. പണ്ടൊരു കുറുക്കൻ ഉറങ്ങുന്ന നേരത്തെ ഒരു ചക്ക വീണു. അതുകൊണ്ട് സിംഹം ഓടിച്ചെന്ന് തല വെച്ച് കൊടുത്തു. ചക്ക വീണത് സിംഹത്തിൻ്റെ തലയിൽ. സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിലെ രാജാവാക്കി. ചക്കയെ ശപിച്ച് ഒരു ചേനയാക്കി. ഉടനെ ആകാശത്ത് നിന്നും കാട്ടുമുത്തപ്പന്മാർ സിംഹത്തിൻ്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി. എന്ത് നടത്തി? പുഷ്പവൃഷ്ടി. തലയിൽ പൂക്കൾ വിതറിയെന്ന്. അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള അനങ്ങരുതെന്ന്. ഇനി കൈ കെട്ടിയിരിക്കും. എന്താ കുഴപ്പമാണല്ലോ, കൈ വടിയൊക്കെ ഉണ്ട് സൂത്ര. അനങ്ങരുത്, ഇപ്പം തീർക്കും ഞാൻ. തല്ലിക്കൊല്ലാനാണോ സൂത്ര? ആപത്തിൽപ്പെട്ട കുറുക്കനെ സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പാ. സഹായിച്ചേക്കാം, മറ്റവന് ആരോഗ്യം തീരെ കുറവാ. എടാ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാമോടാ നിനക്ക്? നിനക്ക് അറിയാമോന്ന്? അവൻ്റെ കഥ തീർന്നു, ചേട്ടൻ പേടിക്കണ്ട. പക്ഷേ എൻ്റെ പടം ചെയ്തില്ലടാ ദ്രോഹികളെ. പടമോ? ഈ വരയ്ക്കുന്ന കുന്തലാട്ട ഓടിച്ചു തല തിരിഞ്ഞവന്മാരി. എന്നെ ഇരുത്തി പടം വരയ്ക്കാനാണ് അങ്ങേര് വന്നത്. ഓടിക്കോ സൂത്ര, പുഷ്പവൃഷ്ടിക്ക് അല്ലായിട്ടാണ് വരുന്നത്. എന്തിനാ തിരിഞ്ഞോടുന്നത്? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രാക്ടീസാ ചേട്ടാ. പ്രാക്ടീസാണോ എടുക്കാൻ മറന്നത്? മറന്നതല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന്. നാളെ എലിയോട്ട മത്സരമാ, പക്ഷേ ശരിയാവുന്നില്ല. എന്ത് പറ്റി? പെട്ടെന്ന് തിരിയാൻ എനിക്ക് പറ്റുന്നില്ല. 100 അടി ഓടണം, എന്നിട്ട് തിരിഞ്ഞോടി തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തണം. തിരിയാൻ കൂടുതൽ സമയം എടുത്താൽ ഞാൻ തോറ്റു പോവും. എനിക്ക് വെട്ടിത്തിരിയാൻ പറ്റുന്നില്ല. തിരിയപ്പോൾ വെട്ടണോ? വഴിയുണ്ട്, വെട്ടിത്തിരിയാൻ ചവിട്ടിത്തിരിയുക. അതൊക്കെ ഉണ്ട്. അതായത് ഒരു കല്ലിലോ മറ്റോ ചവിട്ടിയാൽ പെട്ടെന്ന് തിരിയാൻ പറ്റും. കാണിക്കാം. ഒരു കല്ല് വേണമല്ലോ. അതാ അവിടെ ഉണ്ട്. ഇങ്ങനെ ഓടി വന്ന കല്ലിൽ ചവിട്ടി ഒറ്റ തിരിയൽ.
ചവിട്ടിയാൽ വേഗം തിരിയാൻ പറ്റൂ. കണ്ടില്ലേ എത്ര നിസ്സാരം. ഓ സൂപ്പർ, ഒന്നുകൂടി കാണിക്കാമോ ചേട്ടാ? ഇനി വേണമെങ്കിൽ ഷെയർ കാണിക്കും. ഓക്കെ ഞാൻ കാണിക്കാം. ആദ്യം ഓടി വരാം. ഓടി വന്ന് ഇങ്ങനെ ഒറ്റ ചവിട്ട്. അയ്യോ ചെറിയ കല്ലായതുകൊണ്ടാണ് വീണത്. അടുത്ത തവണ കുറച്ചുകൂടി വലിയ കല്ലിൽ ചോട്ടെ. സൂത്ര സൂത്ര സൂത്ര